Hello and welcome to our next academy. Welcome to another session of daily news analysis. So in the 18th June 2024 important articles ആണ് നമ്മൾ ഡിസ്കഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മെയിൻ കണ്ടന്റ്സ് ഇൻ മെയിൻസ് പെർസ്പെക്റ്റീവ് ഡോക്ടർ B.R. Ambedkar views on constitutional morality, limitation of the existing laws on mercenaries, issues with growing tourism in Antarctic, and finally impact of omitting several critical events from NCERT textbook. And in prelims perspective, നമ്മൾ രണ്ട് ആർട്ടിക്കിൾസ് ആണ് എടുത്തിട്ടുള്ളത്. Director Stealing of Rice and Matsya 6000 Submarine. Okay, without any ado, നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോവാം. The first article taken from the Hindu newspaper. So the article discusses about the constitutional morality. Okay, റീസെന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലെജിറ്റിമസിയെ അണ്ടർമൈൻ ചെയ്യുന്നു എന്നാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഓക്കെ, സോ ഇതില് ഓതർ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നിലവിലുള്ള ഗവൺമെന്റ് പലതരത്തിലുള്ള കാര്യങ്ങളും ബൈപ്പാസ് ചെയ്തുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ നോംസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ആണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അത് ബേസിക്കലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ അണ്ടർമൈൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് റീസെന്റ് ഗവൺമെന്റ് ആക്ഷൻ വെന്റ് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? സോ ഫസ്റ്റ് ആക്ടിവിറ്റി, പ്രീംപ്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് മീൻസ് പോർട്ട്ഫോളിയോ അലോക്കേഷന് മുന്നേ ആയിട്ട് നമ്മൾ ഗവൺമെന്റ് ഇലക്ട് ചെയ്യുന്ന സമയത്ത്, നിലവിലത്തെ ഗവൺമെന്റ് ഇലക്ട് ചെയ്തതിനു ശേഷം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ട് 20,000 കോടി രൂപ നമ്മൾ ഏകദേശം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ്. ദാറ്റ് മീൻസ് ഇത് എപ്പോഴാണ്? ദാറ്റ് മീൻസ് ഗവൺമെന്റിന്റെ പോർട്ട്ഫോളിയോ, മിനിസ്റ്ററിയൽ പോർട്ട്ഫോളിയോ അലോക്കേഷന് മുന്നെയാണ്. ട്രഡീഷണലി ഈ ഒരു ഫണ്ട് റിലീസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഇവർ ചേർന്നിട്ടാണ് ഇത് അലോക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇത് നിലവിൽ പ്രധാനമന്ത്രിയാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ നെക്സ്റ്റ് ക്യാബിനറ്റ് ആക്ഷൻ വിതൗട്ട് പോർട്ട്ഫോളിയോസ്. ഈ ഫസ്റ്റ് ക്യാബിനറ്റ് മീറ്റിംഗ് മറ്റൊരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ആ ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 crore അഡീഷണൽ ആയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് വീടുകൾ പണിയാമെന്നുള്ളത്. സോ ഇത് ആക്ച്വലി നമ്മുടെ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തതിന് ശേഷം, ഓക്കെ, അപ്പം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തമായിട്ടുള്ള മിനിസ്റ്ററിയൽ പോർട്ട്ഫോളിയോസ് അലോക്കേറ്റ് ചെയ്തില്ല. അതിന് മുന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഏകദേശം 3 കോടി വീടുകൾ നമ്മൾ പണിയണമെന്ന് ഉള്ള ഒരു കണ്ടീഷൻസിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ ഒന്നും മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ലെജിറ്റിമസി ഓഫ് ദ ഡിസിഷൻ അല്ലെങ്കിൽ ലെജിറ്റിമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാബിനറ്റ് പോർട്ട്ഫോളിയോസ് ഇല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാത്രം ഡിക്റ്റാറ്റർഷിപ്പിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് ടെന്യൂർസ്. നമുക്കറിയാം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ സാറിനും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ആളെയും അവരുടെ ടെന്യൂർ ഇൻക്രീസ് ചെയ്തു. നിലവിൽ പഴയ ഗവൺമെന്റ് ഉള്ള സമയത്ത്, അതായത് പഴയ ഗവൺമെന്റിലുള്ള അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ് ഇവരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നിലവിൽ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം പുതിയ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ പുതിയ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ആയിരിക്കണം ഇവർ സെലക്ട് ചെയ്യേണ്ടത്. ബട്ട് കഴിഞ്ഞ അതേ നോംസിലുള്ള ആളുകൾ തന്നെ വെച്ചിട്ട് അവർ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി വെച്ച് തന്നെ പുതിയ സെക്യൂരിറ്റി അഡ്വൈസറും പ്രിൻസിപ്പൽ സെക്രട്ടറിനെയുമാണ് അവരുടെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിലവിൽ ഇത് അണ്ടർമൈൻ ചെയ്യാണ്. ഒരു പ്രൊസീജിയറൽ ഫോർമാറ്റിൽ പോകുന്നതിന് പകരമായിട്ട് പ്രധാനമന്ത്രി എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ്? വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻ ഓഫ് ദീസ് അപ്രോച്ചസ് ഫോർ ഡെമോക്രസി ആൻഡ് ഗവേണൻസ്? ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ അപ്രോച്ച് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്? ഒന്നാമത് സെൻട്രലൈസേഷൻ ഓഫ് പവർ. ഇവിടെ ബേസിക്കലി നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു അപ്രോച്ച് മെജോറിറ്റി എല്ലാ കാര്യങ്ങളും PMO ഓഫീസാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഡയറക്ട്ലി ചെയ്യുന്ന പോലെയാണ് പോകുന്നത്. കാരണം മറ്റ് മിനിസ്റ്റേഴ്സിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അവരുടെ പവേഴ്സ് ഒക്കെ ഡൈല്യൂട്ട് ചെയ്യുന്നു. ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ക്യാബിനറ്റ് റെസ്പോൺസിബിലിറ്റിക്ക് പകരമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അണ്ടറിലേക്ക് മാത്രമാണ് കാര്യങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു സെൻട്രലൈസ്ഡ് ഗവേണൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരം അക്കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിക്കോട്ടെ, അതിൽ നമ്മൾ പാർലമെന്ററി ടോക്സിലോ ഡിസ്കഷനിൽ വെക്കും. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർലമെന്ററി ഡിബേറ്റ്സുകൾ ഇല്ല, ഡിസ്കഷൻ അവേഴ്സ് ഇല്ല, ക്വസ്റ്റ്യൻസ് ആൻഡ് മോഷൻസുകൾ ഇല്ല. അപ്പോൾ പാർലമെന്ററി പ്രൊസീജിയേഴ്സ്, ചെക്സ് ആൻഡ് ബാലൻസ്, ഓപ്പോസിഷൻ പാർട്ടിക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ ആക്ഷൻസിന്റെ മുകളിൽ പിടിച്ചു കെട്ടാനുള്ള പല കാര്യങ്ങളും പാർലമെന്ററി പ്രൊസീജിയേഴ്സിലുണ്ട്. സോ അതിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഗവൺമെന്റിന്റെ ഇത്തരം ആക്ഷൻസ്, എക്സിക്യൂട്ടീവ് ആക്ഷൻസിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്?
ഗവൺമെന്റിന്റെ പീരിയോഡിക് അസസ്മെന്റ് ആൻഡ് ആക്ഷൻസിലും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സ്കീം കറക്കുന്നതിന് മുന്നേ ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചാണ്. ഇതിപ്പോ ചുമ്മാ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ചെയ്യുന്ന കാര്യമല്ലേ. അപ്പൊ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം, സപ്രഷൻ ഓഫ് ഒപ്പോസിഷൻ. പ്രധാനമന്ത്രിയുടെ കറണ്ട് സിറ്റുവേഷൻ പ്രകാരം അദ്ദേഹം എന്താണ് ഒപ്പോസിറ്റ് പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ അണ്ടർമൈൻ ചെയ്യണം, അതിന്റെ വാല്യൂ അണ്ടർമൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഒപ്പോസിഷൻ പാർട്ടി വളരെ ചെറുതാണ്, കാരണം ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാവുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഡിക്റ്റാറ്റർഷിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ പലപ്പോഴും ഓപ്പോസിറ്റ് പാർട്ടി എന്ന് വെച്ചാൽ വളരെ വീക്കർ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഡെമോക്രാറ്റിക് വ്യവസ്ഥിതി വല്ലാതെ താഴേക്ക് പോകുന്നു എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ദെൻ ഇഗ്നോറിംഗ് ദ മേജർ ഇഷ്യൂ. കറന്റ് ഗവൺമെന്റിന്റെ ഈ ഒരു വ്യൂ പോയിന്റ് നമ്മുടെ റീജിയണൽ കോൺഫ്ലിക്ട്, ഇന്ത്യയിലുള്ള നാഷണൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രിട്ടിക്കൽ നാഷണൽ ഇഷ്യൂസുകളായിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻസ്, മണിപ്പൂർ ഇഷ്യൂ, റീജിയണൽ കോൺഫ്ലിക്ട്, മണിപ്പൂർ ഇഷ്യൂ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യാതെ നിലവിൽ ഇത്രയും പെട്ടെന്ന് ഒരു എന്താണ് ഒരു വെൽഫെയർ ആക്ടിവിറ്റിയിലാണ് ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇവന്റുകൾ, നാഷണൽ പ്രോബ്ലംസുകൾ ഇന്ത്യ അംഗീകരിക്കാതെ, ഇത് നോക്കാതെ മുന്നോട്ട് പോകുന്നത് കുറച്ചുകൂടി ഒപ്റ്റിക് ആയിട്ടുള്ള ഒരു ഗവേണൻസ് ആണ്. പാട്ടും സബ്സ്റ്റാൻഷീവ് ആയിട്ടുള്ള ഗവേണൻസ്, ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഗവേണൻസ് മെത്തേഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഹിസ്റ്റോറിക്കൽ വാർണിംഗ് ഡിഡ് അംബേദ്കർ ഗീവ് ദാറ്റ് റിലേറ്റഡ് ടു ഗവേണൻസ്? അംബേദ്കറുടെ വാർണിംഗ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് ബ്ലൈൻഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിവോഷൻ എന്ന് പറയുന്നത് ഡിക്റ്റാറ്റർഷിപ്പിലേക്ക് മുന്നോട്ട് നീക്കും. അതായത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വിശ്വസിക്കുകയും അതിന്റെ നേതാക്കളെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഡിക്റ്റാറ്റർഷിപ്പിലേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥയാണ്, രണ്ടും ഒരുപോലെ തന്നെയാണ്. ഡിക്റ്റാറ്റർഷിപ്പ് പോലെയാണ്. കാരണം ഗവൺമെന്റ് എന്നതിനേക്കാൾ കൂടുതൽ പിണറായി വിജയൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഡിക്റ്റാറ്റർഷിപ്പിലേക്കാണ് പോയി. ബ്ലൈൻഡ് ആയിട്ടുള്ള ഡിവോഷൻ ഉണ്ടാവാൻ പാടില്ല. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അംബേദ്കർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് പാർട്ടീസ്, ബോത്ത് റൂളിംഗ് ആൻഡ് ഓപ്പോസിഷൻ പാർട്ടി, രണ്ടുപേരെ റെക്കഗ്നൈസ് ചെയ്യും, അവരവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ ഡിക്റ്റാറ്റർഷിപ്പിലേക്ക് പോകും. ഒരിക്കലും അണ്ടർമൈൻ, പരസ്പരം മീച്ചത റെസ്പെക്ട് ചെയ്യണം, ഒരിക്കലും അണ്ടർമൈൻ ചെയ്യാൻ പാടില്ല. അംബേദ്കർ നോട്ട് പ്രകാരം നവംബർ 4, 1948 അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, democracy in India is like a top dressing on an Indian soil, which is essentially undemocratic. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ഇന്ത്യൻസിന്റെ ഒരു ടോപ്പ് ഡ്രസ്സിംഗ് ഓൺ ഇന്ത്യൻ സോയിൽ ഈസ് എസെൻഷ്യലി അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു വാക്കാണുള്ളത്. ഒരു വേർഡ്സിന്റെ എക്സാക്ട് മീനിങ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ, കാരണം നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു വേർഡ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് പല സ്ഥലത്തും ആ കോഡുകൾ ഉപയോഗിക്കാൻ പറ്റും. ടോപ്പ് ഡ്രസ്സിംഗ് on an Indian soil which is essentially undemocratic. കോഡ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് നോട്ട് ചെയ്ത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് കോഡ്സ് ഉള്ളതായിരിക്കും. കറണ്ട് അപ്ലിക്കേഷൻസ്, പ്രസന്റ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ആക്ഷൻസുകൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഇത്തരത്തിലെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ അണ്ടർമൈൻ ചെയ്യാണ്. ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഒക്കെ കുറഞ്ഞിട്ട് കൂടുതലും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സിലോ കോൺസ്റ്റിറ്റ്യൂഷണൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ അല്ല കാര്യങ്ങൾ പോകുന്നത്. കൂടുതലും ഒരു ഡിക്റ്റാറ്റർഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്റ്റാറ്റർഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു വേർഡാണ്, വേർഡൊക്കെ നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്റ്റാറ്റർഷിപ്പ്, ഡെമോക്രാറ്റിക് അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഡിക്റ്റാറ്റർഷിപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് കറന്റ് ലെവലിലുള്ള ഇംപ്ലിക്കേഷൻ. അത് കളക്റ്റീവ് ആയിട്ടുള്ള ക്യാബിനറ്റ് ചെയ്യേണ്ട കാര്യം സിമ്പിൾ ആയിട്ട് പ്രധാനമന്ത്രിയുടെ മാത്രം കണ്ടൽ ഒതുങ്ങി പോവാണ് ചെയ്യുന്നത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ലിമിറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ഓൺ മെർസിനറീസ്. PPSC syllabus is about 2 internationalizations, important international institutions, agencies and fora and their structure and mandate ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. സോ ഈ ആർട്ടിക്കിൾസ് സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെന്റ് ആയിട്ട് റഷ്യ ഉക്രൈൻ വാറിന്റെ ആവശ്യമായിട്ട് ഇന്ത്യൻ സിറ്റിസൻസിനെ റഷ്യ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഒരു ഗുഡ് പേ ആൻഡ് സിറ്റിസൺഷിപ്പ് നൽകാമെന്നിട്ടാണ് ഇന്ത്യക്കാരെ റഷ്യ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റിന് പല ഇന്ത്യക്കാരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇന്ത്യ റെസ്പോൺസിബിൾ അല്ല. കാരണം ജോലിക്ക് വേണ്ടി പോയിട്ട് അവിടുത്തെ ആർമിയിൽ ജോയിൻ ചെയ്യണം, ഒഫീഷ്യലി നമ്മൾ ഇന്ത്യ കൊടുത്തതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഇഷ്യൂസുകളിൽ മുന്നോട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ കൺസേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ എങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ റെസ്പോൺസ്? ഈ ഒരു റഷ്യ ഉക്രൈൻ വാറിന് വേണ്ടി ഇന്ത്യൻ ഒഫീഷ്യൽസിന് അവര് സാധാ ജോലിയുടെ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ആർമി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ കോമ്പാർട്ട്മെന്റിൽ സമയത്ത് മരണപ്പെടുകയും അതിൽ ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യും. ബട്ട് ഈ ഒരു കാര്യം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അക്നോളജ്, അവരുടെ ഡെത്ത് അക്നോളജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ, ഓക്കെ, അപ്പോൾ ഇവരുടെ ഡെത്ത് അക്നോളജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ റഷ്യൻ അതോറിറ്റീസ് ഉണ്ടല്ലോ, റഷ്യൻ അതോറിറ്റീസ് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. അത്തരം ഇഷ്യൂസുകള് അതിലൂടെ അവർക്ക് ഉണ്ടായിരിക്കുന്ന മരണവും കാര്യങ്ങളൊക്കെ ഇന്ത്യ അക്നോളജ് ചെയ്തു. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി ഇൻ മോസ്കോ അവരുടെ കൺസേൺസുകൾ മോസ്കോയിലുള്ള ഇന്ത്യൻ എംബസി കൺസേൺസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ന്യൂഡൽഹിയിലെ റഷ്യൻ അംബാസിഡേഴ്സ് നമ്മുടെ ഇന്ത്യൻ നാഷണൽസിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർവെൻഷൻസ് ചെയ്യണം. ദാറ്റ് മീൻസ് റഷ്യൻ നാഷണൽസിനെ ഇവൻ ഉക്രൈനിലും അതുപോലെ തന്നെ ഇവൻ റഷ്യനിലാണെന്നെങ്കിലും അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷൻസിൽ നമ്മുടെ മോസ്കോയിലിരുന്ന ഇന്ത്യൻ അംബാസിഡേഴ്സ് പറയാണ് ഡൽഹിയിലുള്ളവരെ ഫോഴ്സ് കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫോഴ്സ് കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽസിനെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഒരു FIR ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെതിരെ? ഒരു ഏജൻസീസിനെതിരെ. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ഏജൻസിയാണ്. അപ്പൊ ഈ ഒരു ഏജൻസിയാണ് സാധാരണ ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്, റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. ജോലി തരാമെന്നൊക്കെ വാഗ്ദാനം നൽകിയിട്ട് ഇവരൊക്കെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു ഏജൻസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ CBI റീസെന്റ് ആയിട്ട് നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റീസെന്റ് ആയിട്ട് FIR ഇത്തരം ഏജൻസികൾക്കെതിരെ പതിയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ റീസെന്റ് ആയിട്ട് 15ഓളം ആളുകളെ ഏകദേശം 4ഓളം കമ്പനികളിലൂടെയായിട്ട് റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജോലി നൽകാമെന്നായിട്ട്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് FIR ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞ ജോലിക്ക് വേണ്ടി തന്നെ മിലിറ്ററി ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ടായിരുന്നു റിക്രൂട്ട് ചെയ്തത്. നമുക്ക് നോക്കാം, ഹു ആർ മെർസിനറീസ്. So mercenaries are individuals recruited from third party states to fight in conflicts. അപ്പൊ നമുക്ക് മനസ്സിലാവും മെനി മെർസിനറീസ് എന്ന് വെച്ചാൽ ആരാണെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. പ്രിൻസ് പോയിന്റ് ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെർസിനറീസ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാം, രണ്ട് രാജ്യങ്ങളുടെ ഭാഗമല്ല, കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് മറ്റു രാജ്യത്ത് നമ്മൾ ആളുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മുടെ മെർസിനറീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മെയിൻലി ഫോർ പ്രൊഫഷണൽ ഗെയിൻ rather than patriotism or loyalty to a cause, they differ from conventional combatants who are members of armed forces of party to the conflict. ഇപ്പൊ സിമ്പിൾ രണ്ട് പാർട്ടീസ് ഉണ്ട്, A-B എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പാർട്ടീസ് ഉണ്ട്. ഇവർ തമ്മിലാണ് വഴക്കാണെന്നുകൊണ്ടിരിക്കുന്നത്. C എന്ന് പറഞ്ഞിരിക്കുന്ന കൺട്രിയിൽ നിന്ന് A എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ രാജ്യവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്റെ മാതൃരാജ്യമാണ്, രക്ഷിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പ്യൂർലി ഓൺ പേഴ്സണൽ ഗെയിനിൽ ആളുകളാണ്. പ്യൂർലി അങ്ങനെ പേഴ്സണൽ ഗെയിനിലേക്ക് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഗെയിൻ, അതുപോലെ തന്നെ പോകുന്ന ആളുകളാണെന്ന് മെർസിനറീസ് ഉണ്ട്. അവരെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള കോമ്പാർട്ട്മെന്റിലേക്കോ അതുപോലെ തന്നെ അവരെ ഈ ഒരു A എന്ന് പറഞ്ഞിരിക്കുന്ന കൺട്രിയുടെ മെയിൻ ആയിട്ടുള്ള ആർമിയിലുള്ള ആളുകളായിട്ടൊന്നും കൺസിഡർ ചെയ്യും. പക്ഷെ വാറിന് സമയത്ത് ഇവർ ആവശ്യമായിട്ടുണ്ട് എന്തുകൊണ്ട് കൊണ്ടുപോവാണ്. സോ അണ്ടർ ദ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ, പർട്ടിക്കുലർലി ആർട്ടിക്കിൾ 47 പ്രകാരം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ പർട്ടിക്കുലർ ആർട്ടിക്കിൾ 47 ഓഫ് ദ അഡീഷണൽ പ്രോട്ടോകോൾ 1 ടു ദ ജനീവ കൺവെൻഷൻ എന്ന് പറയുന്നത് എ മെർസനറി മസ്റ്റ് മീറ്റ് 6 ക്രൈറ്റീരിയ. ഒരു മെർസനറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 ക്രൈറ്റീരിയാസ് പാലിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് മെർസനറീസ്? ഫസ്റ്റ് ഓഫ് ഓൾ റിക്രൂട്ടഡ് ടു ഫൈറ്റ് ഇൻ ദ കോൺഫ്ലിക്റ്റ്. മെർസനറീസ് അതിന്റെ ഒരു മീനിങ് ആണ് നമ്മൾ നോക്കുന്നത്. ആരാണെന്നൊക്കെ ഇവരെ റിക്രൂട്ട് ചെയ്യുന്നിരിക്കുന്നത് എന്തിനാണ്? ചുമ്മാ ആർമിയിൽ ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ടല്ല, അവരെന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ടേക്കിംഗ് ഡയറക്റ്റ് പാർട്ട് ഇൻ ഹോസ്റ്റിലിറ്റീസ്, ദെൻ മോട്ടിവേറ്റഡ് ബൈ സിഗ്നിഫിക്കന്റ് ഫിനാൻഷ്യൽ ഗെയിൻ. അതായത് പാട്രിയോട്ടിക് ആക്ടിവിറ്റി, അതായത് എന്റെ മാതൃരാജ്യം എന്നൊന്നുമില്ല, ഫിനാൻഷ്യൽ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത് തരാം. റഷ്യ എനിക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ ഞാൻ റഷ്യക്ക് വേണ്ടി വർക്ക് ചെയ്ത് തരാം. ഉക്രൈനെ ഞാൻ അറ്റാക്ക് ചെയ്യാൻ കൂടെ നിൽക്കാം. സോ അതെന്റെ വെറും ഫിനാൻഷ്യൽ ഗെയിന് മാത്രമാണ്. നോട്ട് നാഷണലിസ്റ്റ് ഓർ റെസിഡൻസ് ഓഫ് ദ കോൺഫ്ലിക്ട് സ്റ്റേറ്റ്. പിന്നീട് ഈ റഷ്യ ഉക്രൈൻ വാർ നടക്കുന്ന സമയത്ത് റഷ്യയിലുള്ളതോ ഉക്രൈനിലുള്ളതോ ആയിരിക്കുന്ന നാഷണലിസ്റ്റ് ആയിരിക്കരുത് മെർസിനറീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ആളുകൾ കൊണ്ടത് മെർസിനറിയാണ്. അതുപോലെ തന്നെ നോട്ട് മെമ്പേഴ്സ് ഇൻവോൾവ് ഇൻ ആർമഡ് ഫോഴ്സസ്, അവരുടെ ആർമിയിൽ അംഗമാവരുത്. ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇവർ കൊണ്ടുവരാൻ പാടുള്ളൂ. അവരുടെ ആർമിയിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള അംഗമാവാൻ പാടില്ല. യുദ്ധത്തിന് വേണ്ടി മാത്രം ആളെ തേക്കാൻ വേണ്ടിയിട്ട്.
ആൻഡ് നോട്ട് സെൻഡ് ഓൺ ഒഫീഷ്യൽ മിലിറ്ററി ഡ്യൂട്ടി ബൈ ദർ ഹോം കൺട്രി. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മിലിറ്ററീസിനെ നമ്മൾ അയക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് 71 വാറും കാര്യങ്ങളൊക്കെ 62 ചൈനയായിട്ടുള്ള വാർ നടന്ന സമയത്തൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് USA ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ റഷ്യ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെ? അപ്പം ആ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഫീഷ്യലായിട്ട് അവരുടെ ഹോം കൺട്രി ഒഫീഷ്യലായിട്ട് അവരുടെ മിലിറ്ററി പേഴ്സണൽസിനെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടാണ് അവർ ഈ മെർസനറീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബാധിക്കപ്പെട്ടു. ഇത് ചുമ്മാ ഒന്നുമില്ല. ചുമ്മാ നമ്മുടെ രണ്ട് കൺട്രീസ് ഉണ്ടാക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നോൺ ഒഫീഷ്യൽ ആയിട്ട് വെറും പേഴ്സണൽ ഗെയിനിൽ മാത്രം ആളുകൾ അവർക്ക് അറ്റാക്ക് അവരെ പോയിട്ട് എന്താണ് സഹായിക്കുന്നുണ്ടെങ്കിൽ അവരാണ് മെർസനറീസ് എന്ന് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും അവരുടെ ഹോം കൺട്രിയോ അല്ലെങ്കിൽ ഇത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രിയോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. ബിക്കോസ് അവർ ലീഗൽ മാനറിൽ വന്നതല്ല. പൈസ മാത്രം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു ലോയും ഇവരെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജനീവ കൺവെൻഷൻസിൽ നമുക്ക് ഇത്തരത്തിലുള്ള കൺവെൻഷൻ ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കൺവെൻഷൻസും ഇനിയിപ്പം ഇത് പ്രിലിംസ് പോയിന്റിൽ ഓർത്തിരിക്കാം. ഇത്തരം എഗ്രിമെന്റുകൾ ദാറ്റ് മീൻസ് ഈ ഡിഫൻസും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന എഗ്രിമെന്റ്സ് മെജോറിറ്റി എല്ലാം ജനീവ കൺവെൻഷനിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യൻ അംബാസിഡേഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇന്റർനാഷണൽ അംബാസിഡേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ജനീവ കൺവെൻഷനാണ് പറയുന്നത്. പിന്നെ ഈ ഒരു കോൺഫ്ലിക്ട് ഈ മെർസനറീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ഇങ്ങനെയായിരിക്കും എന്ന് 6 ക്രൈറ്റീരിയസ് പറഞ്ഞു. ബട്ട് ആ ക്രൈറ്റീരിയസ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്? നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി കൺവെൻഷൻ 1977 അതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഇൻക്ലൂഡിംഗ് സിവിൽ വാറുകൾ കൂടി വേണമെന്ന് മറ്റാണ് അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിവിൽ വാറിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മെർസനറീസ് ആയിട്ട് അംഗീകരിക്കണം. ഒരു ജസ്റ്റ് ഒരു എന്താണ് സിവിൽ വാറിന് പുറമേയുള്ള ഈ കോമ്പാർട്ട്മെന്റ് മാത്രം അല്ല മെർസനറീസ് സിവിൽ വാർ. ബിക്കോസ് ആഫ്രിക്കൻ യൂണിയനിലൊക്കെ നമുക്കറിയാം അത്രത്തോളം ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇൻ 1989 യു എൻ ജനറൽ അസംബ്ലി ബ്രോഡൻഡ് ഇറ്റ് ഫർദർ ടു കവർ ആക്ട്സ് അണ്ടർമൈനിങ് ഗവൺമെന്റ്സ് ആൻഡ് സ്റ്റേറ്റ് ഇന്റഗ്രിറ്റി. അപ്പൊ ഇത് ഈ ലോ വീണ്ടും അവര് ബ്രോഡൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യു എൻ ജനറൽ അസംബ്ലി. കാരണം മെർസനറീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ഏതാണെന്ന് കുറച്ചുകൂടി ബ്രോഡൻ ചെയ്തു. ഗവൺമെന്റിന്റെ ഇന്റഗ്രിറ്റി ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലാണ്. സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിലും ഉക്രൈനും വാർ നടക്കുന്ന സമയത്ത് ഒരു ഇന്ത്യൻ ഇൻഡിവിജ്വൽ ആണ് ഉക്രൈനെതിരെ അറ്റാക്ക് നടത്തുന്നത് എന്ന് ഉക്രൈന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉക്രൈനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തന്നെ പോകും. ഓക്കെ, കാരണം അത് ലെജിറ്റിമേറ്റ് എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇന്ത്യൻ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഇന്ത്യൻ പേഴ്സൺസ് ആണ് അവർക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു സെന്റിമെന്റ്സ് അതിന്റെ ഇടയിലേക്ക് വരും. ഡിസ്പൈറ്റ് ദീസ് ഡെഫിനിഷൻ മെർസനറീസ് അവർക്ക് പ്രിസൺ ഓർ വാർ സ്റ്റാറ്റസ് ലഭിക്കില്ല. സോ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക, പ്രിസൺ ഓഫ് വാർ സ്റ്റാറ്റസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാറൊക്കെ നടക്കുന്ന സമയത്ത് മറ്റ് രണ്ട് രാജ്യങ്ങളിലും ആളുകളെ പിടിച്ച് തടവിലാക്കുന്നവരെയാണ് പ്രിസൺ ഓഫ് വാർ നടക്കുന്നത്. അവർക്ക് ഒരുപാട് ഇന്റർനാഷണൽ അറേനയിൽ നോക്കാൻ ഒരുപാട് നിയമങ്ങളുടെ പ്രൊട്ടക്ഷൻസ് ഉണ്ട് പ്രിസൺ ഓഫ് വാർ സ്റ്റാറ്റസിൽ. ബട്ട് ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രിസൺ ഓഫ് വാർ സ്റ്റാറ്റസ് ലഭിക്കുന്നില്ല. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അത് രാജ്യത്തിന് അവരെ ഇറക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രി അല്ലെങ്കിൽ ഹോം കൺട്രി ആയിക്കോട്ടെ വിത്തിൻ 15 ഡേയ്സ് അവർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല കാര്യങ്ങളൊക്കെ. പക്ഷെ മെർസനറീസ് ആണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പോസ്റ്റ് വാർ സ്റ്റാറ്റസ് ഒന്നും നൽകുന്നില്ല. അവരെ പിടിച്ച് അകത്തിടുക എന്നല്ലാതെ. പക്ഷെ അവർക്ക് ആകെ കിട്ടുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അണ്ടർ ദ ഹ്യൂമാനിറ്റേറിയൻ ലോ, ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോന്റെ അണ്ടറിൽ ഹ്യൂമൻ കണ്ടീഷൻസ് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഹ്യൂമൻ കണ്ടീഷൻസിൽ മാത്രമായിരിക്കും. ഓക്കെ, സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ലോസ് ഓൺ മെർസനറീസ്? എന്താണ് ലിമിറ്റേഷൻസ്? ഫസ്റ്റ് ലിമിറ്റേഷൻ നോക്കുകയാണെങ്കിൽ ആംബിഗ്യൂറ്റി ഇൻ ഡെഫിനിഷൻ. ജനീവ കൺവെൻഷൻസ് ഈ ഡെഫിനിഷൻ നോക്കുന്ന സമയത്ത് എക്സ്ക്ലൂഡ് ചെയ്ത ഒരു കാര്യം എക്സ്ക്ലൂഡ്സ് ഫോറിൻ മിലിറ്ററി പേഴ്സണൽസ് ഇന്റഗ്രേറ്റഡ് ഇൻ ടു അനദർ സ്റ്റേറ്റ്സ് ആർമഡ് ഫോഴ്സ്. അതായത് നമ്മുടെ ഇവിടുത്തെ ഗൂർഖാസ് നോക്കാം. നേപ്പാൾ എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യത്തിന്റെ സിറ്റിസൺസ് ആണ്. അവർ ഇന്ത്യയിലുള്ള ഇവിടുത്തെ ഗൂർഖ റെജിമെന്റ് തന്നെ അവർക്കുണ്ട്, നമുക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഇവരും പേഴ്സണറി ആണോ? ഇവരെ പറ്റിയിട്ട് ഈ ജനീവ കൺവെൻഷനിൽ പറയുന്നില്ല. ദാറ്റ് മീൻസ് അതർ കൺട്രിയുടെ ആളുകള് ഫോറിൻ മിലിറ്ററി പേഴ്സണൽസിനെ നമ്മൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഹോസ്റ്റ് കൺട്രിയുടെ ആർമഡ് ഫോഴ്സസിലേക്ക് എടുക്കുന്നു. ഇന്ത്യയിലും ഗൂർഖാസ് പോലെ അവർ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ജനീവ കൺവെൻഷനിൽ പറയുന്നില്ല. പിന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ലോ ഗ്യാപ്സുകൾ, ദാറ്റ് മീൻസ് ഈ ഒരു മെർസനറി ആക്ടിവിറ്റീസ് പല കൺട്രീസും ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. ബട്ട് ആക്ച്വലി ഇത് ക്രിമിനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആളുകളെ പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യുന്നത്. ബട്ട് ഇത് പല കൺട്രീസിലും ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? കാരണം ക്രിട്ടിക്കലി ചിന്തിക്കുക. കാരണം ആ കൺട്രിക്ക് ആവശ്യമായിട്ട് റിസോഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ക്രിമിനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൊമസ്റ്റിക്കലി അവർക്ക് ഹയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ക്രിമിനലൈസ് ചെയ്യാത്തത്. ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി.
അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഇതിനെയൊക്കെ ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ. സോ പിന്നീട് TMFC ലൂപ്പുണ്ട്. അപ്പം ആക്ച്വലി നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ഏജൻസീസ് ആണ് ഇവരെ റിക്രൂട്ട് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക്, യുക്രൈനുമായിട്ടുള്ള വാറിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് ആളുകൾ പോകുന്നു. പക്ഷെ ഇതിനിടയിൽ ഒരു ഏജൻസി വേണ്ടേ? അല്ല. സോ അവരാണ് നമ്മൾ PMMC എന്ന് പറയുന്നത്. PMMC എന്ന് പറയുന്നത് പ്രൈവറ്റ് മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി കമ്പനീസ് ആണ്. പ്രൈവറ്റ് മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി കമ്പനീസ്. അപ്പം ഈ ഒരു സെക്യൂരിറ്റി കമ്പനീസ് നമ്മളെ നിയമങ്ങളിൽ ഇന്റർനാഷണൽ ഒരുപാട് ലൂപ്പ് ഹോൾസുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ ലൂസ്ലി ഡിഫൈൻ ഫ്രെയിംവർക്ക് വർക്കിലാണുള്ളത്. അവരുടെ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ലോ മാത്രം നോക്കിയാൽ മതി. അവരെന്ത് ചെയ്യും? അവർ പല രാജ്യത്തും പോയിട്ട് ആളുകളെ ഹയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് റഷ്യൻ വാറിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് വാഗ്നർ ഗ്രൂപ്പാണ്. വാഗ്നർ ഗ്രൂപ്പ് വന്നു, നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയി. ഓക്കെ. നോൺ സിഗ്നേറ്ററി ഓഫ് സ്റ്റേറ്റ്സ്. ഇവൻ തോ നമുക്ക് ഈ PMMC ആണ് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടത്. ഒരു ചാനൽ, ബൈപാസിംഗ് ചാനൽ ഏജൻസി എന്ന് പറയുന്ന ഇവരാണ്. ഇവരെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡോക്ടറൈൻ ഉണ്ട്. ദാറ്റ് മീൻസ് മോൺട്രിക്സ് ഡോക്ടറൈൻ ഫോർ റെഗുലേറ്റിംഗ് PMMC. ഇവർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊരു മോൺട്രിക്സ് റെക്കോർഡ്, ഒരു ഡിവൈൻ സ്ട്രക്ചർ ആണ്, ഒരു എന്താണ് ഡോക്ടറൈൻ സ്ട്രക്ചർ ആണ്. അപ്പം ആ ഡോക്ടറൈൻ സ്ട്രക്ചറിൽ ആര് സൈൻ ചെയ്തിട്ടില്ല? ഇന്ത്യയും റഷ്യയും സൈൻ ചെയ്തിട്ടില്ല, നോൺ സിഗ്നേറ്ററിയാണ്. അതുകൊണ്ട് തന്നെ അവരത് ഒബ്ലിഗേറ്ററി അല്ല. PMMCനെ ഒബ്ലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ PMMC ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒരു കൺട്രിക്ക് മറ്റൊരു കൺട്രിനെ എതിർക്കാൻ സാധിക്കില്ല. ഓക്കെ. സോ വാട്ട് ഷുഡ് ബി ഡൺ? വാട്ട് ഷുഡ് ബി ദ വേ ഫോർവേഡ്? റോബസ്റ്റ് ആയിട്ടുള്ള പോളിസി ഫ്രെയിം ഈ ഇന്റർനാഷണൽ കണ്ടീഷൻസിലേക്ക് ഇത്തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെർസണറി ആക്ടിവിറ്റി ആയിക്കോട്ടെ, അതുകൊണ്ട് ഒരു ലോങ് ടേമിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നിയമം ഇന്റർനാഷണൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ദെൻ സെക്കൻഡ്, ലോങ് ടേം മെഷേഴ്സുകൾ. ഓക്കെ. അതായത് ലോങ് ടേം മെഷേഴ്സുകൾ എന്താണ്? ഒരു കൂടുതൽ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ഡൊമസ്റ്റിക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇവിടെ കൊണ്ടുവരാണെന്നൊക്കെ നമുക്ക് ഇവിടെ ഒരു മൈഗ്രേഷൻ നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ നമുക്ക് കൺട്രീസിലേക്കുള്ള മൈഗ്രേഷൻ കുറക്കാൻ പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സണൽ ഗെയിനിലാണല്ലോ മെർസണറി ആയിട്ട് പോകുന്നത്. പേഴ്സണൽ ഗെയിന് ഇന്ത്യയിൽ നിന്ന് ലഭിക്കും. ഡൊമസ്റ്റിക് ജോബുകൾ കൊടുക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ലോങ് ടേം മെഷേഴ്സ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ തന്നെ നിൽക്കും. നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്ത പോലെ തന്നെ ഈ ന്യൂസുകളിലൊക്കെ ഒരു പ്രസ് നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓവർസീസ് ജോബ് നോക്കുന്ന സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ടൊരു എന്താണ് ഐഡിയാസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രീ ട്രാവൽ, ദാറ്റ് മീൻസ് കോൺഫ്ലിക്ട് സോണിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഷേഴ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിസ്റ്ററി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നേരത്തെ ചെയ്തിരിക്കുന്ന കാര്യം പ്രസ് നോട്ട് കൊടുത്തു. ആളുകളെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തു. മറ്റു രാജ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ നോക്കണമെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം. ഇനി പ്രീ ട്രാവൽ അപ്രൂവൽ, ദാറ്റ് മീൻസ് മിനിസ്റ്ററി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മുൻകൂട്ടി തന്നെ പ്രീ ട്രാവൽ അപ്രൂവ്മെന്റ് വേണം. അതായത് ഞാൻ റഷ്യയിലേക്ക് പോകണം, റഷ്യ ഉക്രൈൻ വാർ നടക്കുന്ന സമയത്ത് എനിക്ക് റഷ്യയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ വാർ നടക്കുന്ന സമയത്ത് എനിക്ക് ഇസ്രായേലിലേക്ക് പോകണം, അല്ലെങ്കിൽ പാലസ്തീനിലേക്ക് പോകണം. സോ ഇങ്ങനെ കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാജ്യത്തേക്ക് എനിക്ക് പോകണം, ജോബ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഞാൻ പോകുന്ന സമയത്ത് അതിന്റെ പ്രീ ട്രാവൽ അപ്രൂവൽ എവിടെ നിന്ന് വേണം? മിനിസ്റ്ററി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള അപ്രൂവൽ ഞാൻ വാങ്ങിയിരിക്കും. ലേൺ ഫ്രം ദ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേപ്പാൾ എന്താ ചെറിയ കൺട്രി ആണെങ്കിൽ നേപ്പാളിലെ സിറ്റിസൺസ് ഇവൻ US റഷ്യയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഉക്രൈനിലാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നു, ആർമിക്കെതിരെ വർക്ക് ചെയ്യുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്. അവരോട് പറഞ്ഞു നിങ്ങൾ തിരിച്ച് നേപ്പാളിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ നേപ്പാളി സിറ്റിസൺസ് ഒരിക്കലും റഷ്യക്കോ ഉക്രൈനോ വേണ്ടിയിട്ട് വർക്ക് ചെയ്യില്ല. സോ അത്രയും എക്സാമ്പിൾ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നിന്ന് ഇന്ത്യ പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുമാണ് നമുക്ക് ഒരു ആർട്ടിക്കൽ നോക്കാം. നമുക്ക് ബേസിക്കലി ഈ മെർസിനറീസ് ആരാണെന്ന് മാത്രമാണ് ഫോക്കസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഇഷ്യൂസ് വിത്ത് ഗ്രോയിങ് ടൂറിസം ഇൻ അന്റാർട്ടിക്.
സോ ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അന്റാർട്ടിക് ടൂറിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പം റീസെന്റ് ആയിട്ട് നമ്മുടെ 46 ATCM 46 പറയും, അതായത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് 46, 46ാമത്തെ അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് നമ്മുടെ കൊച്ചിയിൽ വെച്ച് റീസെന്റ് ആയി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ അകത്ത് ആദ്യമായിട്ടാണ് അന്റാർട്ടിക് ടൂറിസത്തിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അന്റാർട്ടിക് ടൂറിസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്, ബട്ട് പല പല കാര്യങ്ങളും അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനോ തുടങ്ങാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന് മുന്നേ ATCM 44 2022 നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇയറിന്റെ അകത്താണ് എനിക്ക് ഈ കാര്യങ്ങൾ പറയാന്നല്ലാതെ വ്യക്തമായിട്ടുള്ളൊരു ഫ്രെയിംവർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ രക്ഷിത കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ATCM 44 2022 നടന്നിരിക്കുന്നതിന്റെ അകത്ത് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസുകൾ നമ്മൾ നീക്കിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യയാണെങ്കിൽ പോലും. ദാറ്റ് മീൻസ് അന്റാർട്ടിക് റിസർച്ച്, അതിന്റെ ടൂറിസം, അതുകൊണ്ട് ഉണ്ടാകുന്ന എൻവയറമെന്റൽ ഇഷ്യൂസ്, അതിന്റെ കൺസർവേഷൻ പാറ്റേൺ, അതുപോലെ തന്നെ ഫ്രജൈൽ ആയിട്ടുള്ള എക്കണോമിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തു. ഇതൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള രണ്ട് കൺട്രീസിന്റെ ഒരു ട്രീറ്റ് ആട്ടോ ATCM എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷൻസിൽ അന്റാർട്ടിക്കിനെ രക്ഷിക്കണം എന്നുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തിൽ ഇന്ത്യ എന്ത് ചെയ്തു, ഒരു അന്റാർട്ടിക് ലോ, ഒരു ഡൊമസ്റ്റിക് ലോ ആണ് അന്റാർട്ടിക് ലോ ഓഫ് 2022 ഇറക്കി. ഇത് ഡൊമസ്റ്റിക് ലോ ആണ്, മറ്റൊരു കൺട്രീസിന്റെ ഒബ്ലിഗേഷനും ഇല്ല, മറ്റൊരു കൺട്രീസിന് ഗ്ലോബൽ അഗ്രിമെന്റ് ആവശ്യമില്ല. അതായത് നമുക്ക് നമ്മുടെ കോമൺ ഗുഡിനെ രക്ഷിക്കണം എന്ന് അന്റാർട്ടിക്കക്ക് ഒരു ആഗ്രഹം, ഇന്ത്യക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ATCM 2044 ആ ഒരു മീറ്റിംഗോട് കൂടിയിട്ട് നമ്മൾ ഒരു ഡൊമസ്റ്റിക് ലോ ഉണ്ടാക്കി, നമ്മൾ തന്നെ അംഗീകരിക്കണം എന്നുള്ളത്. സോ വാട്ട്സ് കറന്റ് സ്റ്റേറ്റ് ഓഫ് ടൂറിസം ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ കറന്റ് സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്റാർട്ടിക്കൻ ടൂറിസത്തില് 1990 കാലഘട്ടങ്ങളിൽ 90 കാലഘട്ടത്തിന് ശേഷം 10,000 ആളുകൾ വന്നിരിക്കുന്ന സ്ഥലത്ത്, അതിനാൽ 1000 പേര് വന്നിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ 2022-23 കാലഘട്ടത്തിൽ മാത്രം 1 lakh പീപ്പിൾസും, 23-24 കാലഘട്ടം ആകുന്ന സമയത്ത് ഏകദേശം 1,20,000 ആളുകളുമാണ് നിലവിൽ അവിടെ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഏകദേശം 40% അവിടെയുള്ള ടൂറിസ്റ്റുകൾ വരുന്നത് US പ്ലസ് ചൈനയിൽ നിന്നാണ്. ചൈനയും US കൂടിയിട്ടാണ് ഏകദേശം 40% ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾ. അത്ര അവിടെയുള്ള സിറ്റിസൺസ് ആണ് ഏകദേശം അവിടെ വരുന്നത് 40%. ഓക്കെ, സോ അവർക്ക് എന്തുകൊണ്ടത് കാരണം വെച്ചാൽ അവർക്ക് ഈ അഡ്വഞ്ചർ ഭയങ്കര ഇഷ്ടമാണ്. അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ പീപ്പിൾസിന്റെ ആസ്പിറേഷൻസുകളും അതുപോലെ തന്നെ ഇതിലൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അന്റാർട്ടിക്കയിലേക്ക് ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റുകൾ എന്താണ്? ബെനിഫിറ്റുകൾ നോക്കുകയാണെങ്കിൽ അന്റാർട്ടിക് ടൂറിസം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ബെനിഫിറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എൻവയറമെന്റൽ കൺസേൺസ്. അവിടെ ആളുകൾ പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി പഠിക്കും, റിസർച്ച് ആക്ടിവിറ്റീസ് എഡ്യൂക്കേഷൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം ആന്ത്രപ്പോജനിക് ഫാക്ടേഴ്സ് വരുന്നു അത്രത്തോളം നമ്മൾ എൻവയറമെന്റൽ സ്ട്രെസ്സും ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ ബേസിക്കലി, അല്ലെ? അതറിയില്ല, നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്ലാസ്റ്റിക് കൊണ്ട് പോകും, അവിടെ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ ഇതുപോലെ തന്നെ അന്റാർട്ടിക്കയിലും വന്നിട്ടുള്ളത്. സോ വാട്ട് ആർ ദ ഇഷ്യൂസ് വിത്ത് ഗ്രോയിങ് ടൂറിസം ഇൻ അന്റാർട്ടിക്ക? എന്തൊക്കെയാണ് ഇഷ്യൂസുകൾ? ഫസ്റ്റ് ഓഫ് ഓൾ എൻവയറമെന്റൽ കൺസേൺസ്. എൻവയറമെന്റൽ കൺസേൺസുകൾ മാത്രം നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് കണ്ടീഷൻ അവിടുത്തെ വൈൽഡ് ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യും. അതിന്റെ ഫ്രജൈൽ ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്, അതിനെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിന് ഇൻവേസീവ് സ്പീഷീസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താണ് ഇൻവേസീവ് സ്പീഷീസ്? നമ്മളിവിടുന്ന് കുറെ അങ്ങോട്ടേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടേതായ ശരീരത്തിലായിട്ടുള്ള ഫോറിൻ പാത്തജൻസോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ ഡ്രസ്സിലോ എങ്ങനെയെങ്കിലും വരുന്ന എന്തെങ്കിലും ബാക്ടീരിയസോ കാര്യങ്ങളോ അവിടെ എത്തുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫോറിൻ പാത്തജൻസോ അല്ലെങ്കിൽ സ്പീഷീസുകളോ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് നമ്മൾ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, PL480 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗോതമ്പ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള രാജ്യത്ത് വന്നിരിക്കുന്ന ഇൻവേസീവ് ആയിട്ടുള്ള ഭയങ്കരമായ സ്പീഷി വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഇൻവേസീവ് ആയിട്ടുള്ളൊരു വൈറസ് ആയിരുന്നു നമുക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്, PL480 എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിലൂടെ. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്നതാണെങ്കിൽ പലതരം സ്പീഷീസ് ആണെങ്കിൽ ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. ഓക്കെ, സോ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന എപ്പോഴായിരിക്കും? ഷിപ്പുകളിലായിരിക്കും. ഷിപ്പിലൂടെ പോകുന്ന സമയത്ത് എന്തായിരിക്കും? മറൈൻ പൊല്യൂഷൻസ് കൂടുതലേ, ഓയിൽ സ്പിൽ ഓവർ ഉണ്ടായിരിക്കും, വാട്ടറുകൾ പൊല്യൂട്ടഡ് ആവും, ഗ്ലോബൽ കാർബൺ ഫുട് പ്രിന്റുകൾ ഇൻക്രീസ് ചെയ്യും ഈ ഒരു ആക്ടിവിറ്റി. സോ അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്
വീണ്ടും പുതിയ ഏരിയാസ്, ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ പല ഏരിയാസുകൾ നമുക്ക് വഴി തുറന്ന് കാണിക്കും. അത് അന്റാർട്ടിക്കയിലേക്ക് ഐസ് ഉരുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഇതിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്കോസിസ്റ്റം കംപ്ലീറ്റ്ലി ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഗവേണൻസ് ചലഞ്ചസുകൾ നിലവിൽ അവിടെ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് വർക്കിന് വ്യക്തമായ റെഗുലേഷൻസ് ഉണ്ടെന്നല്ലാതെ ടൂറിസത്തിന് അന്റാർട്ടിക്കയിൽ വ്യക്തമായിട്ടുള്ള റെഗുലേഷൻസ് ഇല്ല. ഓക്കെ, അപ്പൊ അന്റാർട്ടിക് ട്രീറ്റി ഇപ്പൊ റീസൺ നടന്നിരിക്കും അന്റാർട്ടിക് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നതും രണ്ട് ട്രീറ്റുകൾ ഇതില്ല. അന്റാർട്ടിക് ട്രീറ്റി ഉണ്ട്, അതുപോലെ തന്നെ മാഡ്രിഡ് പ്രോട്ടോകോൾ. അന്റാർട്ടിക് ട്രീറ്റി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്? ഇവിടുത്തെ പീസ്ഫുൾ ആയിട്ട് റിസർച്ചും എഡ്യൂക്കേഷണൽ പർപ്പസുമാണ് അന്റാർട്ടിക് ട്രീറ്റി നോക്കുന്നത്. ബട്ട് മാഡ്രിഡ് പ്രോട്ടോകോൾ ഓഫർ ചെയ്യുന്നത് വെച്ചാൽ എൻവയോൺമെന്റൽ ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, ബ്രോഡ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ കൺസേൺസും അതുപോലെ തന്നെ അത് മാത്രമേ എൻവയോൺമെന്റൽ കൺസേൺസ് മാത്രം നോക്കുന്നുള്ളൂ. അവിടെ ഇപ്പം ഇതിനകത്ത് നിന്നൊക്കെ പുറത്തിരിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ടൂർ ഓക്കെ, സോറി, സ്ലൈഡ് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പെട്ടെന്ന് തന്നെ തീർക്കാം ആർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അന്റാർട്ടിക് ട്രീറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ, വോയിസ് ക്ലിയർ ആയി നിൽക്കുന്നു. വോയിസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഒരു യെസ് ഒന്ന് പറയാൻ. ഓക്കെ ആണോ? വോയിസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി നിൽക്കുന്നു. ഓക്കെ, ഗവേണൻസ് ചലഞ്ചസിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ പീസ്ഫുൾ റിസർച്ചും എഡ്യൂക്കേഷൻ പർപ്പസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാഡ്രിഡ് പ്രോട്ടോകോൾ ആണെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റൽ കൺസേൺസുകളെ പറ്റിയൊക്കെ പറയുന്നത്, അവിടെ എൻവയോൺമെന്റൽ പ്രത്യേകമായിട്ട് കാര്യങ്ങളാണ്. ബട്ട് ടൂറിസം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ടൂറിസം എന്നതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു നോംസും അവിടെ ഇല്ല. നെക്സ്റ്റ്, IAATO, ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അന്റാർട്ടിക് ടൂറിസം, IAATO എന്ന് പറഞ്ഞാൽ പറയാം. അപ്പൊ അവര് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെയാണ് മെയിൻ ചെയ്യുന്നത്. അതായത് അവര് സെൽഫ് റെഗുലേഷൻസ് മാത്രമാണ്, അതായത് ഒരു ഗവൺമെന്റ് ഒരു ഇന്റർനാഷണൽ നോംസും അവരെ റെഗുലേറ്റ് ചെയ്യാനില്ല. പിന്നെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഗൈഡ് ലൈൻസുകൾ ഈ അവിടെ ഉണ്ടാക്കിയ എൻവയറമെന്റൽ പ്രഷേഴ്സുകളെ തടയാൻ നിൽക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ഡേ ടു ഡേ അവരുടെ ടൂറിസ്റ്റ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അവിടെ പോകുന്ന ആൾക്കാർക്ക് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ പോകുന്ന ആളുകളുടെ നമ്പേഴ്സ് നിശ്ചയിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവരല്ല. ഇവരെല്ലാം ഡേ ടു ഡേ ആയിട്ട് ഇവർ ആളുകളെ കൊണ്ടുവിട്ടേ തുടങ്ങിക്കൊണ്ടിരിക്കും ഇവരുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ടൂർ ഓപ്പറേറ്റിംഗ് ഏജൻസീസിനും വ്യക്തമായ റെസ്ട്രിക്ഷൻസോ ഗൈഡ് ലൈൻസുകളോ നൽകുന്നില്ല. ബട്ട് ആർട്ടിക്കിൾ നമ്മൾ ATCM 46 റീസെന്റ് ആയിട്ട് കൊച്ചിയിൽ വെച്ച് നടന്നിരിക്കുന്ന ATCM 46 ഈ ഒരു അന്റാർട്ടിക്കിൽ നടക്കുന്ന ഇഷ്യൂസുകൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ബട്ട് പറയാൻ പറ്റില്ല, നമുക്ക് റെക്കഗ്നൈസ് ചെയ്താൽ പോലും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമം ഉണ്ടായാൽ പോലും എല്ലാ കൺട്രീസും അത് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ യുനാനിമസ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ETCയും 46 പറഞ്ഞ പോലെ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യണം, എൻവയോൺമെന്റൽ കൺസർവേഷൻ പ്ലാനുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എല്ലാ കൺട്രീസും എന്ത് ചെയ്യണം, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ അംഗീകരിച്ചിരിക്കണം. ബട്ട് ഇവിടെ അത് അംഗീകരിക്കുന്നത് വളരെ കുറവായിരിക്കും ബേസിക്കലി. കാരണം ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ കൺസസ് ഉണ്ടായില്ല. കാരണം കറന്റ് ജിയോ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അന്റാർട്ടിക് ഗവേണൻസ് വേണ്ടി ഇന്റർനാഷണൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ചൈന ആൻഡ് US ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഓക്കെ അവരൊരിക്കലും ഓക്കെ നമുക്ക് ടൂറിസ്റ്റ് ഒരുമിച്ച് റെഗുലേറ്റ് ചെയ്യാൻ അറിയില്ല. മാക്സിമം അവരുടെ ആളുകളെ കൊണ്ടുപോകാൻ അവിടുത്തെ റിസർച്ച് ആക്ടിവിറ്റി ചെയ്യാനുമാണ് അവർ തമ്മിൽ പരസ്പരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഷുഡ് ബി ദ വേ ഫോർവേഡ്? വേ ഫോർവേഡ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേ ഫോർവേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഇൻ അന്റാർട്ടിക്കയിൽ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള അതിനെന്ത് വേണം, സ്ട്രോങ് ആയിട്ടുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാംസുകൾ നമുക്ക് അവിടെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. സ്ട്രോങ് മോണിറ്ററിംഗ് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. ഇന്റർനാഷണൽ കോപ്പറേഷൻസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ റീസെന്റ് ഇനീഷ്യേറ്റീവ് ദാറ്റ് മീൻസ് ATCM46 കൊച്ചിയിൽ നടന്നിരിക്കുന്ന ATCM46 എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഹോപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്റാർട്ടിക് ടൂറിസത്തിനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അഭിജിൽ കൊണ്ടുവന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചിത്രമാണ് നമുക്ക് അറിവ് നോക്കാനുള്ള പേപ്പറോടെ പ്രത്യേകമായിട്ട് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ATCM46 പറ്റി മാത്രമേ പറയുന്നുള്ളൂ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ ഫ്രം ഇന്ത്യൻ എക്സ്പ്രസ്. ബേസിക്കലി പൊളിറ്റിക്കൽ വ്യൂ പോയിന്റുള്ള ആർട്ടിക്കിൾ ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു വ്യൂ മാത്രം കണ്ടാൽ മതി. കാരണം ഇമ്പാക്ട് ഓഫ് ഒമിറ്റിംഗ് സെവറൽ ക്രിട്ടിക്കൽ ഇവന്റ്സ് ഫ്രം ദ NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്ക് റീസെന്റ് ആയിട്ട് അതിന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇവന്റുകൾ അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ടു ഗവേണൻസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഷ്യൽ സെക്ടർ, സർവീസ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. അപ്പം എന്തൊക്കെയാണ് NCERT ടെക്സ്റ്റ് ബുക്ക് റീസെന്റ് ആയിട്ട് ഒമിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ? നമ്മൾ ഗുജറാത്ത് റയോട്ട് എല്ലാവർക്കും അറിയാം. ഗുജറാത്ത് കലാപം കമ്മ്യൂണൽ റൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ബാബരി മസ്ജിദ് ഡിമോളിഷൻ ഒരു ബട്ട് അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഈ ഡോമിനന്റ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ BJPയുടെ രഥയാത്ര, BJP രഥയാത്ര വരാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം BJPയുടെ രഥയാത്രയായിരുന്നു നയിച്ചിരുന്നത്. അപ്പൊ അതിനെപ്പറ്റി, അതുപോലെ തന്നെ ഡിമോളിഷൻ ആക്ടിവിറ്റിക്ക് ശേഷം ഈ കർസേവകർ ഒരു കമ്മ്യൂണൽ വയലൻസ് ക്രിയേറ്റ് ഉണ്ടായിരുന്നു. ബാബരി മസ്ജിദ് പൊളിക്കുന്നതിനൊക്കെ കർസേവകരൊക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്മ്യൂണൽ വയലൻസ്, പിന്നീട് പ്രസിഡൻഷ്യൽ റൂൾ, ദാറ്റ് മീൻസ് BJP റൂൾ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റുകളിൽ ആ ഒരു സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയർ ആയിട്ട് അവിടെ പ്രസിഡൻഷ്യൽ റൂൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടോ അതുപോലെ തന്നെ BJPയുടെ റിഗ്രറ്റ് ഓവർ അയോധ്യയുടെ കേസിൽ BJPയുടെ സങ്കടങ്ങളും വിഷമം, അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മുടെ നിലവിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു സാനിറ്റൈസ്ഡ് വേർഷൻ ആണ് നിലവിലത്തെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ ചോദിച്ച സമയത്ത് NCERT ഡയറക്ടറോട് ഡോക്ടർ DP സക്ലാനി എന്ന് പറഞ്ഞിരിക്കുന്ന NCERT ഡയറക്ടർ ഇതിന് കൊടുത്തിരിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് മെൻഷൻ ആണ്. അതായത് നമ്മളൊരു എക്സ്പേർട്ട് കമ്മിറ്റീസ് സെലക്റ്റീവ് ആയിട്ട് മെൻഷൻ ചെയ്താണ് NCERT മേക്ക് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇത്തരം റയോട്സുകളോ കാര്യങ്ങളോ പറ്റിയിട്ടോ നമ്മുടെ ബുക്കുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഹിസ്റ്ററി, ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ നറേഷനിലേക്കാണ് കൊണ്ടുപോകുക. ഇവൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സോ അങ്ങനത്തെ ഒരു നെറേറ്റീവ്സിൽ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ പോസിറ്റീവായ സിറ്റിസത്തിൽ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം റയോട്സിനെ പറ്റി ടീച്ച് ചെയ്യുക, അതുപോലെ തന്നെ വയലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്തു നടന്ന കാര്യങ്ങളൊക്കെ ടീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റിസൺ ഉണ്ടാവില്ല. പാസ്റ്റിൽ നടന്നിരിക്കുന്ന നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി. നെഗറ്റീവ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ബയാസ്ഡ് ആയി പോകുമെന്നാണ് NCERT ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം സ്റ്റുഡൻസിനിടെ ഒരു സോഷ്യൽ ഔട്ട്ലുക്ക് വേണം, ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല. ക്രിട്ടിക്കൽ തിങ്കിങ് പേഴ്സണാലിറ്റി ആണ് അവർക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒവിഷൻസിന്റെ ഇമ്പാക്റ്റുകൾ എന്താണ്, ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞ് ഇതുകൊണ്ടുള്ള ഇമ്പാക്റ്റുകൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ക്രിട്ടിക്കൽ തിങ്കിങ്. കാരണം ഇത്തരത്തിലുള്ള ഇവന്റുകൾ കണ്ടാൽ മാത്രമേ കുട്ടികളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും. ചെയ്ത് നല്ലതാണോ ചീത്തയാണുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ഇത്തരം സാനിറ്റൈസ് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി, ദാറ്റ് മീൻസ് ലൈക് BJPയുടെ രഥയാത്ര, കർഷകരുടെ റോള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാതെ പോകുന്നത് ഹിസ്റ്ററിയെ കംപ്ലീറ്റ് വളച്ചൊടിക്കുന്ന രീതിയിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുട്ടികൾ പലപ്പോഴും അറിയപ്പെടില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്ത്യ നടന്നു എന്നുള്ളത്. ലോസ് ഓഫ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഇത്തരം സെക്ഷൻസുകൾ ഡിലീറ്റ് ചെയ്യുന്നതോടെ തന്നെ, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്,
BJPയുടെ രഥയാത്ര, ഗാന്ധിജിയുടെ അസാസിനേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും ഹിസ്റ്ററിയിൽ പറ്റി കുട്ടികൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്, ഒരു കണക്ഷൻ കിട്ടില്ല എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, റീജിയണൽ ആയിക്കോട്ടെ, കമ്മ്യൂണൽ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. ഒരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ ആവില്ല, ജസ്റ്റ് ഒരു നോളജ് ഇമ്പാർട്ട്മെന്റ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു എന്താണ് ലെറ്റേഴ്സ് ഇമ്പാർട്ട്മെന്റിലേക്കായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ അത് മാത്രമാണ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു ഫിലിം സ്പേസ്ഡ് ആർട്ടിക്കിൾ. ഫിലിം സ്പേസിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ആർട്ടിക്കിൾ ഡയറക്ട് സീഡിംഗ് ഓഫ് റൈസ് ആണ്. സിമ്പിൾ ആയിട്ട് അത് നമുക്ക് ആർട്ടിക്കിൾ നോക്കിക്കാണാം. സിലബസിന്റെ എക്കണോമി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പൊ എന്താണ് ഡയറക്ട് സീഡിംഗ് ഓഫ് റൈസ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ എന്താണ് നെൽകൃഷിയിൽ നമ്മൾ ഞാറ് നടിയിലാണ് അല്ലെ, നമ്മൾ മറ്റൊരു നഴ്സറിയിൽ നമ്മൾ അവിടെ വിത്തുകൾ മുളപ്പിച്ച് അതിനുശേഷം ഏകദേശം ഒരു ടൈം ആയി കഴിഞ്ഞാൽ നമ്മൾ ഞാറ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ അതാണ് പിന്നീട് ഈ പാടത്തേക്ക് നമ്മൾ നടാൻ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഡയറക്ട് സീഡിംഗ് ഓഫ് റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നെല്ല് തന്നെ നമ്മൾ വിരിച്ചത്, ആ ഒരു വിത്ത് നമ്മൾ നൽകിയിട്ട് കൃഷി ചെയ്യുന്നതിന് ഡയറക്ട് സീഡിംഗ് ഓഫ് റൈസ് എന്ന് ബേസിക്കലി പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സുകൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? എന്താണ് ഫസ്റ്റ് ഫീച്ചർ? ഞാൻ അതുപോലെ നഴ്സറി ആവശ്യമായിട്ടില്ല അല്ലെ, കാരണം ഇത് ഒരു സ്ഥലത്ത് മുളപ്പിച്ച് കൊണ്ടുവന്ന ആവശ്യമില്ല, നഴ്സറി ആവശ്യമായിട്ടില്ല. പിന്നെ പാഡീസിന്റെ അകത്ത് ഈ നെൽപ്പാടങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ട്രഡീഷണൽ ആയിട്ട് ഉള്ളതിനേക്കാൾ 20 മുതൽ 30 ദിവസം മുന്നേ വരെ ഇത് പ്ലാൻ ചെയ്ത് തുടങ്ങണം. അതായത് ജൂൺ ഫസ്റ്റിലാണ് ട്രഡീഷണൽ ആയിട്ട് ഞാറ് നടി നടക്കുന്നുണ്ടെങ്കിൽ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മെയ് ഫസ്റ്റില് ഡയറക്റ്റുള്ള സീഡ് കൊടുക്കണം. കാരണം വെച്ചാൽ ഈ 30 ദിവസമാണ് സാധാരണ നഴ്സറിയിൽ ഈ വിത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. സോ പിന്നീട് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, നമ്മൾ ഞാറ് നടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കണം. ബട്ട് ഇവിടെ അത്രത്തോളം സീഡിങ് സമയത്ത് അത്രത്തോളം വെള്ളം കെട്ടിക്കിടക്കണം. അപ്പം ഇറിഗേഷൻ ഫെസിലിറ്റീസ് നമുക്ക് കുറക്കാൻ സാധിക്കും എന്നാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, hope you can see this screen. ഓക്കെ, സോ അധികം ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആവശ്യമായിട്ടില്ല, ലെസ് ഇറിഗേറ്റഡ് ആയാൽ മതി. പിന്നെ നമുക്ക് ഹാപ്പി സീഡ് മെഷീൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സീഡിങ്സ് നടത്താവുന്നതാണ്. പിന്നീട് സീഡ് ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ടുണ്ട്. സീഡ് ട്രീറ്റ്മെന്റുകൾ, കാരണം സീഡിന് ഒരുപാട് തരത്തിലുള്ള ഫംഗിസൈഡ്സുകൾ വരും. അപ്പം നമ്മൾ നെല്ല് വിതക്കുന്നതിന് മുന്നേ സീഡ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നീട് ഇറിഗേഷൻ, നമ്മുടെ ഇറിഗേഷൻ ഇന്റർവൽ പീരീഡ് നമുക്ക് വളരെ കുറച്ച് മതി. അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ വെള്ളം അവിടെ കെട്ടിക്കിടക്കണം അല്ലെ. വെള്ളം കെട്ടിയിടുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം നമുക്ക് മീഥേൻ എമിഷൻസ് ഉണ്ടായിരിക്കും. നോർമൽ കണ്ടീഷൻസ് ആണെങ്കിൽ ഇവിടെ മീഥേൻ എമിഷൻസ് കുറക്കാൻ പറ്റും. നമുക്ക് അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കണം വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇറിഗേഷന്റെ ടൈമും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇതിന് അഡ്വാൻറ്റേജസിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ വാട്ടർ യൂസേജ്. വാട്ടർ യൂസേജ് ഏകദേശം 15 മുതൽ 20% വരെ കുറവായിരിക്കും ആസ് കമ്പയർഡ് നമ്മൾ നോർമൽ കണ്ടീഷൻ ഉണ്ടല്ലോ ഈ ഞാറ് നടിയിൽ, അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നത് നമ്മുടെ വെള്ളം കുറവ് മതി എന്നാണ് പറയുന്നത്. ഏകദേശം ട്രഡീഷണൽ കണ്ടീഷൻസിൽ 1 കിലോ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 3600 മുതൽ 4100 ലിറ്റർ വെള്ളം വരെ ചെലവാകുന്നതാണ് പറയുന്നത്. ആലോചിക്കണം, 1 കിലോ അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെലവാകുന്ന വെള്ളത്തിന്റെ അളവാണ്. അതുകൊണ്ട് ഇതിനൊക്കെ ശരിക്കും വാട്ടർ ഗസലിംഗ് ക്രോപ്സ് എന്നാണ് പറയാറുള്ളത് കണ്ടീഷനൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 കിലോ അരി നമ്മൾ പുറത്തേക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം ഒരു 30,000 ലിറ്റർ വെള്ളം കൂടിയാണ് അങ്ങോട്ടേക്ക് കയറ്റുക ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇത് ബന്ധപ്പെട്ട്. പിന്നീട് ഇതിന് ലേബർ വളരെ കുറവാണ്, ലെസ് ലേബർ മതി. കാരണം സീഡർ മെഷീൻസുകൾ വെച്ചിട്ട് സീഡ് ചെയ്യാം. ഞാൻ നടിയുന്ന പോലെ എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്ന ലേബേഴ്സ് ഇവിടെ ആവശ്യമാണ്. അപ്പം സെക്കൻഡ് കണ്ടീഷൻസ് ലെസ് ലേബേഴ്സ്. പിന്നീട് ഗ്രൗണ്ട് വാട്ടർ റെപ്ലിൻ ചെയ്യും. ഓക്കെ, കാരണം ഫ്ലോ ചെയ്യേണ്ട ആവശ്യമില്ല.
ഉഴുതുമറിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് ഇത് ഞാറുന്നതിന് മുന്നായിട്ട്. ഉഴുതുമറിക്കുന്ന സമയത്ത് നമുക്ക് സബ്സോയിൽസിൽ സ്ട്രോങ് ആവും. കാരണം ഉഴുതുമറിച്ച് കഴിഞ്ഞാൽ സബ്സോയിൽ സ്ട്രോങ് ആവുകയും ചെയ്യും, ടോപ്പ് സോയിൽ മാത്രം നമുക്ക് ഇളകി കിട്ടുകയും ചെയ്യും. അപ്പം സബ്സോയിൽ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ വാട്ടർ പെർക്കുലേറ്റ് ചെയ്ത് താഴേക്ക് പോകില്ല. ഇവിടുത്തെ കണ്ടീഷൻസിൽ ഈ ഒരു ക്ലപ്പിംഗ് ഇവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഈ സബ്സോയിലും ഒരേപോലെ ഉണ്ടായിരിക്കും. വാട്ടർ പെട്ടെന്ന് പെർക്കുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റിപ്ലനിഷ് ചെയ്യും. വീണ്ടും വീണ്ടും അത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് സ്റ്റെബിൾ ബേണിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ സ്റ്റെബിൾ ബേണിംഗ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ എന്തുകൊണ്ടാണ് സ്റ്റെബിൾ ബേണിംഗ് റെഡ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ക്രോപ്പിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഇത് മെച്യൂർ ആവും. ഓക്കെ, അതായത് നമ്മൾ ജൂണിലാണ് എന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ജൂൺ ഒരു 15-നാണ് കൊയ്ത്ത് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ഇത് ഏകദേശം മെയ് 15-നുള്ളിൽ മെച്യൂർഡ് ആവും. നമ്മൾ അത്രയും നേരത്തെ നമ്മളിത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല. മൺസൂൺ മുന്നേ മഴ പെയ്ത് കഴിഞ്ഞാൽ വിത്തുകൾ ഒലിച്ചു പോകുന്നതിന് മുന്നേ നമ്മൾ കൃഷി തുടങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഒരു ടൈമിലേക്ക് ഫീൽഡ് ക്ലിയർ ആക്കാൻ നമുക്ക് ടൈം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റ്യൂ കത്തിച്ച് സ്റ്റെബിൾ ബേണിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് ടൈം ലഭിക്കും. കാരണം ഏർലി മെച്യൂരിറ്റി ആണ് ട്രാൻസ്പ്ലാന്റേഷനെക്കാട്ടും ബാക്ക് സീഡിങ് ആ സമയത്ത് ഏർലി മെച്യൂരിറ്റി പീരീഡ് ആണ് സാധാരണ വരുന്നത്. ഒരു വർഷം വെള്ളത്തിന് പകരം ഇതിൽ 12 മാസം 11 മാസം മതിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെബിൾ ബേണിംഗ് നമുക്ക് പരമാവധി കുറക്കാൻ പറ്റും. പിന്നീട് എനർജി ഏകദേശം 27% എനർജി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? സാധാരണ വെച്ച് കഴിഞ്ഞാൽ ഈ ഞാറുനടിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് കൊണ്ടുവെക്കണം? ഒരുപാട് വെള്ളം ആവശ്യമായിട്ടില്ല, ഇറിഗേഷൻ വേണം, സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ട് അണ്ടർഗ്രൗണ്ട് വാട്ടേഴ്സ് പുറത്തേക്ക് എത്തിക്കണം. ബട്ട് ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യം, വെള്ളത്തിന്റെ അളവ് കുറവാകുന്നുള്ളൂ. അതുപോലെ തന്നെ എനർജി യൂസേജ് നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ മീതേൻ എമിഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മറ്റു കാര്യമാണ്. മീതേൻ എമിഷൻസുകൾ കുറക്കാൻ പറ്റുന്നുള്ളത്. എന്തുകൊണ്ട് മീതേൻ എമിഷൻസ് കുറക്കാന്നുള്ളത്? മീതേൻ കെട്ടിക്കിടക്കുന്ന ഈ ഒരു പാഡി ഫീൽഡിൽ നിന്ന് മീതേൻ എമിറ്റി പ്രിലിംസിൽ ചോദിച്ച കാര്യമാണ്. മീതേൻ എമിഷൻസ് എവിടെ നിന്നൊക്കെ വരുന്നത്? പാഡി ഫീൽഡിൽ നിന്ന് മീതേൻ എമിഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ മീതേൻ എമിഷൻസ് ഇവിടെ വാട്ടർ യൂസേജ് കുറവായതുകൊണ്ട് മീതേൻ എമിഷൻസ് ഇവിടെ കുറവ് വരും. പിന്നെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സോ വീഡ് ഇൻഫെസ്റ്റേഷൻ. ഈ ട്രാൻസ്പ്ലാന്റേഷന് പകരമായിട്ട് ഈ സീഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ വീടുകൾ വരും. വീടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അണ്ടർ ഗ്രോത്തിലൊക്കെയാണ് എന്ന് പറയുന്നത്. അപ്പൊ വീഡ് ഇൻഫെസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യും, ഇതിന്റെ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യും. അതായത് ഒരു വിത്ത് നടന്നു അതിന് തൊട്ടപ്പുറം 2 ഇത്തരം ചെടി നടന്നു കഴിഞ്ഞാൽ ഈ 2 ചെടികളായിരിക്കും വളരെ വിത്ത് വളരില്ല. അതിന് പകരമായിട്ട് ഞാൻ ഞാറ് നടുന്നു, അതിന് തൊട്ട് ചടയിൽ ഈ 2 ചെറിയ ചെടികൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാറ് വളർന്നു പോകും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ലാർജ് എമൗണ്ട് ഓഫ് സീഡ് ആവശ്യമായിട്ടുണ്ട്. സീഡ് ഒരുപാട് ആവശ്യമായിട്ടുണ്ട്. ഏത് വിത്താണ് മുളക്കുക എന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു സീഡിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ലേസർ ആൻഡ് ലാവലിംഗ് മെത്തേഡ്സുകൾ വേണം. ദാറ്റ് മീൻസ് ബേസിക്കലി ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഒരു എക്സ്പെൻസീവ് ആണ് ആ സീഡിനെ ഒരുക്കി എടുക്കുക എന്നുള്ളത്. പിന്നീട് ഇത് റെയിനിനെ ബേസ് ചെയ്തിരിക്കും. സക്സസ്ഫുൾ ടു റെയിൻ ആണ്. കാരണം റെയിന് ആശ്രയിച്ചിരിക്കും ഇതിന്റെ നെല്ല് നടുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ എക്സ്റ്റൻസീവ് യൂസ് ഓഫ് ഹെർബിസൈഡ്സ്. കാരണം വീഡ് മാനേജ്മെന്റ്, നേരത്തെ പറഞ്ഞത് വീഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെർബിസൈഡ്സുകൾ യൂസ് ചെയ്യേണ്ടി വരും എക്സ്റ്റൻസീവ് ആയിട്ട്. സോ എന്തുകൊണ്ടാണ് നമ്മൾ പഞ്ചാബിൽ അഡോപ്റ്റ് ചെയ്യാത്തത്? സോ ഇതിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ലാക്ക് ഓഫ് അവയർനെസ് ആണ്. അവയർനെസ് വളരെ കുറവാണ്. പിന്നീട് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ കണ്ടീഷൻസ് ആണ്. ഓക്കെ, സോ നെല്ല് വളർന്നത് അൺസ്യൂട്ടബിൾ സോയിൽ കണ്ടീഷൻ. അതുകൊണ്ടാണ് അവർ നോർമൽ ആയിട്ടുള്ള ഞാറുനടി കണ്ടീഷൻസ് ആണ് നോക്കുന്നത്. അതുകൊണ്ടാണ് അവർ പുതിയ പ്രാക്ടീസ് അവർ അഡോപ്റ്റ് ചെയ്യേണ്ടത്. നല്ലൊരു പ്രാക്ടീസ് ആണ് ബേസിക്കലി. കാരണം സ്റ്റെബിൾ ബേണിംഗ് ഡൽഹിയിലുള്ള പ്രൊവിഷൻ വരെ നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും. Okay, moving to next article, Malaysia 6000 submarine, and the final article, UPSC syllabus, science and technology ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ആണ്. സോ ഈ ആർട്ടിക്കിളിൽ മത്സ്യ 6000 സബ്മറൈൻ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു സോ ഇതും കൂടി ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യ ഒരു 6th കൺട്രി ആയിട്ട് മാറും. ഡീപ് സീ മിഷൻ, അതായത് ഡീപ് ഓഷ്യൻ അല്ലെങ്കിൽ ഡീപ് സീ മിഷനിൽ കാലുവെക്കുന്ന 6ാമത്തെ രാജ്യമായിട്ട് ഇത് മാറുകയാണ്. അപ്പൊ ഫസ്റ്റ് 5 കൺട്രീസ് ഏതൊക്കെയായിരിക്കും? എസ്പെഷ്യലി തീർച്ചയായിട്ടും US ഉണ്ടായിരിക്കും, ചൈന ഉണ്ടായിരിക്കും, റഷ്യ ഉണ്ടായിരിക്കും, അല്ലെ, എല്ലാവരും ഉണ്ടായിരിക്കും, ജപ്പാൻ ഉണ്ടായിരിക്കും, പിന്നുള്ളത് ഫ്രാൻസ് ആണ്. സോ ഈ 5 കണ്ടതിന് ശേഷം 6ാമതായിട്ട് ഇന്ത്യയും കൂടി ചൂടുവെക്കുകയാണ് ഡീപ് സീ മിഷൻസുകൾ, ഏറ്റവും ഡീപ്പിലേക്ക് പോകുന്നത്. അതായത് ഏകദേശം 6000 അടി താഴേക്ക് പോകാന്നാണ് ഉദ്ദേശിക്കുന്നത്. 6000 മീറ്റേഴ്സ് താഴേക്ക് പോയിട്ട് അവിടുത്തെ റിസർച്ച് വർക്കുകൾ കാര്യങ്ങൾ. അപ്പൊ എന്താ ഡീപ് സീ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടുത്തെ എൻവയോൺമെന്റിനും എക്കോസിസ്റ്റത്തിനെ പറ്റി പഠിക്കുക, ഏറ്റവും കടലിനകത്തേക്ക് പോയി പഠിക്കുക, അതുപോലെ പോളിമെറ്റാലിക് ന്യൂഡിൽസ് പോലെയുള്ള മിനറൽസിനെ പറ്റി പഠിക്കാത്ത, എക്സ്പ്ലോറേഷനെ പറ്റി പഠിക്കുക. അതാണ് ഡീപ് സീ മിഷൻ. അതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സമുദ്രയാൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മത്സ്യ 6000 എന്ന് പറയുന്ന ഒരു സബ്മേഴ്സിബിൾ ആയിട്ടുള്ള സബ്മറൈൻ. സോ നമുക്ക് നോക്കാം. മത്സ്യ 6000 is 3% submersible that will be able to go 6000 meters under the sea. 6000 മീറ്ററിന് താഴെ വരെ ഇത് പോകാൻ പറ്റും. 6 കിലോമീറ്റർ താഴെ വരെ ഇതിന് പോകാൻ പറ്റും. 3% 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സബ്മേഴ്സിബിൾ പമ്പാണ്. The vessel being developed by ചെന്നൈയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്
ഇത് ഏകദേശം 2.1 ഡയമീറ്റർ സ്ഫിയർ, അതുപോലെ തന്നെ 80 mm തിക് ടൈറ്റാനിയം അലോയ് ആണുള്ളത്. ഇംപ്ലോഡിംഗ് മാക്സിമം, അതായത് നമ്മൾ നോർമൽ പ്രഷറിനെക്കാട്ടും 600 മടങ്ങ്, നമ്മളിപ്പം നമ്മുടെ നോർമൽ കണ്ടീഷൻസിൽ ഇരിക്കുന്ന പ്രഷറിനെക്കാട്ടും 600 മടങ്ങ് അധികം പ്രഷർ താങ്ങുന്ന ഒരു ഐറ്റമാണ്. കാരണം നമുക്കറിയാം ടൈറ്റാനിക് കാണാൻ പോയ സമയത്ത് ഇംപ്ലോഡ് ചെയ്തത് അല്ലെ, അകത്തേക്ക് പോയത്, പ്രഷർ താങ്ങാൻ പറ്റില്ല. അതിനേക്കാൾ 600 മടങ്ങ് പ്രഷർ ഇതിന് താങ്ങാൻ പറ്റും. 80 mm തിക്ക് ആയിട്ടുള്ള ടൈറ്റാനിയം അലോയ് ആണ് ഇതിന്റെ പെരിഫറിയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏകദേശം 12 to 16 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും 9 മണിക്കൂർ 96 മണിക്കൂറിന്റെ ഓക്സിജൻ സപ്ലൈ ഉണ്ടായിരിക്കും. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റു കാര്യം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന അൾട്രാ ഷോർട്ട് ബേസ് അക്കോസ്റ്റിക് പൊസിഷനിങ് സിസ്റ്റം. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. USB-L എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്പോട്ടിലേക്ക് മാറ്റി എഴുതുക. USB-L എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് ചോദിക്കും. USB-L ടെക്നോളജി അല്ലെങ്കിൽ അൾട്രാ ഷോർട്ട് ബേസ് അക്കോസ്റ്റിക് പൊസിഷനിങ് സിസ്റ്റം ഹാസ് ബീൻ ഫൗണ്ട് ഇൻ റീസെന്റ്. അപ്പം ലേസർ ടെക്നോളജി, അങ്ങനെ പല ടെക്നോളജീസ് ഇങ്ങനത്തെ ടോപ്പിക് വരുന്ന ഫീൽഡ്സ് നോട്ടിലേക്ക് തീർച്ചയായിട്ടും എഴുതി വരും. ഓക്കെ. സോ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മുടെ മദർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഷിപ്പിൽ നിന്നാണോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ മദർഷിപ്പിന് ഈ ട്രാൻസ്പോണ്ടർ മുഖേന ഇതിന്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ വ്യക്തമായിട്ട് അത് എവിടെയാണെന്നുള്ളതും വ്യക്തമായിട്ട് അതിന് ഗൈഡ് ചെയ്യാൻ സാധിക്കും. പുതിയൊരു സിസ്റ്റമാണ് അൾട്രാ ഷോർട്ട് ബേസ് ആൻഡ് അക്കോസ്റ്റിക് പൊസിഷൻ സിസ്റ്റം. നമ്മൾ GPS പോലത്തെ സിസ്റ്റം ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഫംഗ്ഷൻ വെച്ചാൽ മത്സ്യ 6000 will look at chemosynthetic biodiversity in hydrothermal vents and low temperature methane seeps in the ocean. അത് ആ മിഷനെ പറ്റി നമ്മൾ അറിയണം. മിഷൻ പല രീതിയിലുള്ള മിഷൻസിനാണ് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മത്സ്യ 6000 will also promote tourism and ocean literacy. ഓഷ്യൻ ലിറ്ററസി ഒക്കെ പ്രൊമോട്ട് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഇന്ത്യയുടെ സമുദ്രയാൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഒരു പ്രൊജക്ട്. ഓക്കെ. അപ്പൊ സമുദ്രയാൻ പ്രോജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് സമുദ്രയാൻ. ഈ സമുദ്രയാൻ പ്രോജക്റ്റ് എന്ന് ബേസിക്കലി പറഞ്ഞിട്ടുള്ളത് ഓഷ്യൻ ഡെപ്തിനെ പറ്റിയിട്ടും അവിടുത്തെ റിസോഴ്സിനെ പറ്റിയിട്ടും അതിന്റെ എക്സ്പ്ലോറേഷനെ പറ്റി പഠിക്കുന്ന ഒരു മിഷനാണ്. ഈ മിഷനിലൂടെ നമ്മൾ പ്രഷ്യസ് ആയിട്ടുള്ള കൊബാൾട്ട്, കോപ്പർ, മാംഗനീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് ഈ മിഷനിലൂടെ. അപ്പം ഈ മത്സ്യ 6000 ഒരു ഡീപ് സീ മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഓർത്തിരിക്കുക, മത്സ്യ 6000 എന്താണെന്നുള്ള കാര്യങ്ങൾ അത് സബ്മറൈൻ ആണ്. അതുപോലെ തന്നെ USB-L അതിന്റെ മീനിങ്, ഇതിന്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ. ക്യാൻസർ ടെക്നോളജിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത്രയുമാണ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാനുള്ളത്. സോ ഓൾമോസ്റ്റ് നമ്മുടെ ആർട്ടിക്കിൾസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മെയിൻസ് ക്വസ്റ്റ്യൻ ടൈം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ലിമിറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ഓൺ മെർസണറീസ്. നിങ്ങൾ മാക്സിമം ഈ ഡെയിലി ന്യൂസ് അനാലിസിസ് കേട്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക ഫ്രീ ആവുന്ന സമയത്ത്. നിങ്ങളുടെ നോർമൽ കണ്ടീഷൻസ് തന്നെ എഴുതുന്നില്ല, നിങ്ങൾ മെയിൻസ് പെർസ്പെക്ടീവ് എഴുതാൻ ശ്രമിച്ച് നോക്കുക. അറിയുന്ന കാര്യങ്ങൾ മാത്രം, അഡീഷണൽ ആയിട്ട് ഒരു കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നല്ല ആൻസർ ആയിട്ട് എഴുതണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ എക്സാമിൻ ദ ലിമിറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ് ഓൺ മെർസണറീസ്. അപ്പം എക്സാമിന്റെ ലിമിറ്റേഷൻസ് ആദ്യം എക്സാമിൻ ചെയ്യുക. ഫോക്കസിംഗ് ഓൺ ദർ അപ്ലിക്കേഷൻ to the recruitment of Indian national by the US Army fight in Ukraine. Examine how the omission of significant historical events from entire textbook impacts students' understanding of Indian history and societal issues. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വേണമെങ്കിൽ ഈ പൊളിറ്റിക്സിനെ കൂടുതൽ ആഡ് ചെയ്യാതെ എഴുതാൻ ശ്രമിക്കും. ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച്, ഗവൺമെന്റിനെ കുറ്റം പറയാതെ. ദെൻ ഫൈനൽ ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ടൂറിസം ഇൻ അന്റാർട്ടിക്ക ആൻഡ് വാട്ട് ആർ ദ കൺസേൺസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻക്രീസിംഗ് ടൂറിസം ഇൻ അന്റാർട്ടിക്ക. ഇതൊക്കെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. കീവേഡ്സ് അണ്ടർസ്റ്റാൻഡിംഗ് പഠിക്കുക. പ്രസന്റ് കണ്ടീഷൻ ഓഫ് ടൂറിസം. ടൂറിസമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രസന്റ് കണ്ടീഷൻസ് ഒരു കീവേഡ് ആണ്, കൺസേൺസ് ഒരു കീവേഡ് ആണ്. സോ അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് സ്ട്രക്ചർ ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ മാക്സിമം ആൻസേഴ്സ് നിങ്ങൾ വായിക്കാൻ നോക്കുക. ഓക്കെ. സോ എനിവേ നമ്മൾ ഇന്നത്തെ ന്യൂസ് ആൻഡ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ?